എന്തെല്ലാണ്ട് വിശേഷം? അതെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സ്വത്ത് തർക്കത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ വേർപിരിച്ച ബന്ധങ്ങൾ. ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എഴുതേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർ വളരെ ശാന്തസുന്ദരമായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. അച്ഛൻ, അമ്മ, 2 പെൺമക്കൾ, ഒരാൺകുട്ടി. ഓക്കെ, അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുന്നതിനിടയിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചു. മോനും കല്യാണം കഴിഞ്ഞു. മോനും കുടുംബവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു. മക്കളും അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഓക്കെ, ഇതിനിടയിൽ ഇവർക്കൊരു ചിന്താവിഷയമായിട്ട് വന്നെത്താണ് സ്വത്ത് എന്ന് പറയുന്നത്. അഥവാ എൻ്റെ അച്ഛൻ്റെ മാത്രം സ്വത്ത്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അമ്മേൻ്റെ സ്വത്ത്, അതും അല്ലെങ്കിൽ ഞങ്ങൾക്കേ അവകാശപ്പെട്ട സ്വത്ത്. സ്വത്തിൻ്റെ ഡിസ്കഷൻ വന്നപ്പോൾ മുതൽ ആങ്ങളയ്ക്ക് പെങ്ങന്മാരെ വേണ്ട, പെങ്ങൾക്ക് ആങ്ങളേനെ വേണ്ട, അല്ലെങ്കിൽ അച്ഛൻ അമ്മേനെ വേണ്ട, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനെ അമ്മേനെയും വേണ്ടാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ മക്കളെ എല്ലാവരെയും വേണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനും അമ്മയും. ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടോ? നമ്മളിപ്പോൾ പ്രശ്നം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ വേണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷനായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എൻ്റെ ലൈഫിൽ എന്താ വേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എനിക്കിപ്പം ഒരു വീട് വെക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട് എന്നുള്ള സ്വപ്നം നേടിയെടുക്കുകയാണ് ചെയ്യുക. അതല്ലാതെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സ്വത്ത് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ അമ്മേൻ്റെ സ്വത്ത് കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടുംബപരമായി കുറേ സ്വത്തുക്കളുണ്ട്, ഞാൻ വലിയ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണോ ഇപ്പോഴും നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ സമയമായി. അതെ, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, നീ ആരാടി ഞങ്ങളോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്? നീ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഈ വർത്തമാനം പറയാൻ വരുന്നത്? അല്ല, ഞാൻ സ്റ്റിൽ സ്ട്രഗിളിംഗ് ആണ്. എൻ്റെ ഡ്രീംസൊക്കെ ഒരു ദിവസം എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്. അതേപോലെ നിങ്ങളും കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്യും. എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ അടിപൊളിയാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.